എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20 സിനിമകളുടെ OTT റിലീസാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാർട്ട്നേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പാർട്ട്നേഴ്സ്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സൈനാപ്ലേ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലാണ് പാർട്ട്നേഴ്സിന്റെ റിലീസ്. ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-ന് പാർട്ട്നേഴ്സ് എന്ന സിനിമ സൈനാപ്ലേയിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആഹ കയറ്റം എന്ന സിനിമയെക്കുറിച്ചാണ്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമ പരാജയപ്പെട്ടതായിരുന്നു. ഇപ്പോഴിതാ ആഹ കയറ്റം എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് സിനിമയുടെ റിലീസ് വന്നിട്ടുണ്ടായിരുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് അലീന എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ റിലീസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വണങ്ങാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. അരുൺ വിജയ് നായകനായ തമിഴ് സിനിമയാണ് വണങ്ങാൻ. ഈ സിനിമ ഇപ്പോൾ എന്തൂസിയാസം വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ HD പ്രിന്റ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മദഗജരാജ എന്ന സിനിമയെക്കുറിച്ചാണ്. വിശാൽ നായകനായ സിനിമയായിരുന്നു മദഗജരാജ. 12 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ റിലീസാവുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. വിശാൽ, ആര്യ, വരലക്ഷ്മി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. HD പ്രിന്റ് ലീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രാം ചരൺ നായകനായ സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ. സിനിമ തിയേറ്ററുകളിൽ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. തമിഴ് ഡയറക്ടർ ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. ഗെയിം ചേഞ്ചർ എന്ന സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മാക്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. കിച്ച സുദീപ്, വരലക്ഷ്മി, സംയുക്ത ഇവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മാക്സ് എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റാണ് വന്നിരിക്കുന്നത്. ലീക്കായിട്ടാണ് മാക്സ് സിനിമ റിലീസായിരിക്കുന്നത്. ഒഫീഷ്യൽ OTT അല്ല. മാക്സ് സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സ്മൈൽമാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ശരത് കുമാറാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സ്മൈൽമാൻ എന്ന സിനിമ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷയിൽ മാത്രമേ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് 90 മിനിറ്റ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ആര്യയാണ് സിനിമയിലെ നായിക. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഇന്നലെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിലാണ് 90 മിനിറ്റ്സ് എന്ന സിനിമ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. റഹ്മാൻ, ബിബിൻ, സെന്തിൽ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, രമേശ് പിഷാരടി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. ഇപ്പോഴിതാ ബാഡ് ബോയ്സ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഹോട്ട്സ്റ്റാറിലാണ് സിനിമ വരുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കോ ഫെബ്രുവരി ആദ്യ വാരവുമായിട്ട് ബാഡ് ബോയ്സ് എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. ടോവിനോ തോമസ് തൃശ്ശിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായം മാത്രമാണ് ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ മാസമായിരുന്നു ഐഡന്റിറ്റി റിലീസായത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ആണ് ഐഡന്റിറ്റി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 31-ന് ഐഡന്റിറ്റി സിനിമ C5-ൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ വിജയിച്ചൊരു സിനിമയായിരുന്നു ഹലോ മമ്മി. സിനിമ ഡിസംബറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഹൊറർ കോമഡി മൂവിയാണ് ഹലോ മമ്മി. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മനോരമ മാക്സിലാണ് ഹലോ മമ്മി OTT റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജനുവരി 30-നായിരിക്കും ഹലോ മമ്മിയുടെ OTT
റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഡൊമിനിക് തിയേറ്ററിൽ റിലീസായത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, ഷൈൻ ടോം ചാക്കോ, വിജയ് ബാബു ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ഡൊമിനിക് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഡൊമിനിക് എന്ന സിനിമ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. സിനിമയുടെ സാധാ പ്രിന്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. ഡൊമിനിക് സിനിമയുടെ ഒഫീഷ്യൽ OTT അടുത്ത മാസമായിരിക്കും വരാൻ പോകുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് വാരമായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ദിലീപും തമനയുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസമാണ് ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്ററും ആമസോൺ പ്രൈം പുറത്തുവിട്ടു. ഇപ്പോഴത്തെ ബാന്ദ്ര OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-നായിരിക്കും ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ റിലീസായിട്ട് ഒരുപാട് വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഷൈൻ ടോം ചാക്കോ, സണ്ണി വെയിൻ, അതിഥി ബാലൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരമായിട്ട് വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളി നായകന സിനിമയായിരുന്നു രാമചന്ദ്ര. സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. രാമചന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നിവിൻ പോളി, മമിത ബൈജു, ഗണപതി, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. അടുത്ത മാസം സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിയ സിനിമയായിരുന്നു മാർക്കോ. ഒരു അസർട്ടീവ് ലഭിച്ച സിനിമയായിരുന്നു മാർക്കോ. സിനിമയിൽ ഒരുപാട് വയലൻസ് ഉണ്ട്. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് മാർക്കോ. ഇപ്പോഴിതാ മാർക്കോ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 5 ഈ ദിവസത്തിൽ മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ മാർക്കോ സിനിമ റിലീസാകും. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന നായികയെ സിനിമയായിരുന്നു ഹണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഹണ്ട്. ഒരു ഹൊറർ സസ്പെൻസ് മൂവിയാണ് ഹണ്ട്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് താരനിര അഭിനയിച്ചിട്ടുണ്ട്. ഭാവന, അതിഥി രവി, രഞ്ജി പണിക്കർ, അജ്മൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ അടുത്ത വീക്ക് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 31-ന് ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോജ് കെ ജയൻ, സിദ്ദിഖ്, ഇന്ദ്രൻസ്, ജഗദീഷ്, ആസിഫ് അലി, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത മാസം രേഖാചിത്രം എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 2nd വീക്കിലായിരിക്കും ആമസോൺ പ്രൈമിൽ രേഖാചിത്രം റിലീസാവുന്നത്. ഈ മാസവും അടുത്ത മാസവുമായിട്ട് ഒരുപാട് സിനിമകൾ OTTയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.